നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടേക്ക് ഫയർഫോഴ്സിന് എത്താൻ കഴിയുന്നില്ലേ? സുജയ, ഫയർ യൂണിറ്റുകൾ രണ്ടും അതിന് തൊട്ട് താഴെ തന്നെയാണുള്ളത്. ഇപ്പോൾ വെള്ളം നിറച്ച് ഇവിടേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഒരു യൂണിറ്റ് കൂടി. ആ യൂണിറ്റിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന തീ പടർന്നു പിടിക്കുന്ന ആ മേഖലയിലേക്ക് വെള്ളം എത്തിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തീ കാണുന്നത് ഈ ഒരു മേഖലയിലാണ്. അവിടെ നിന്നും പിന്നീട് പടരുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർ യൂണിറ്റിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി അവിടേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ഒരു പൂർണ്ണമായുമുള്ള ഈ ഒരു മേഖല എന്ന് പറയുന്നത് കാലിക്കറ്റ് ഫാഷൻ ബസാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗോഡൗൺ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച ഇടമാണ്. അതുകൊണ്ട് ഇപ്പോൾ തീ ആളിക്കത്തുന്നതിന് തൊട്ട് എതിർവശത്തേക്ക്, അതായത് വലതുവശത്തേക്ക് കൂടിയുള്ള ഭാഗത്ത് കൂടുതലായ വസ്ത്രങ്ങൾ എന്നുള്ളതാണ് പോട്ടർമാരുൾപ്പെടെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ പൂർണ്ണമായും വെള്ളം നിറച്ചതിന് ശേഷം ആ യൂണിറ്റ് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇത്രയും സമയം ഫയർ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി ആ യൂണിറ്റിലെ വെള്ളം തീരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് മാനാഞ്ചിറ ഉള്ളത്. അവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കേണ്ടത്. ആ നിലയ്ക്ക് അത് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ നാട്ടുകാരുടെ, അതായത് ഫയർ യൂണിറ്റിലെ അംഗങ്ങളും ഒപ്പം തന്നെ ഇവിടെയുള്ള പോട്ടർമാരും ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് അവിടേക്ക് വെള്ളം അടിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. തീ അതേസമയം തന്നെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. പൂർണ്ണമായും അത് അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം, അതിനകത്തേക്ക് കയറി ഒരു ഫയർ ഫൈറ്റിംഗ് എന്നുള്ളത് ഈ ഒരു നിമിഷം വരെ സാധ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുതന്നെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളുടെ ബാഹുല്യം അല്പം കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിൽ നമുക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ആ ഭാഗത്ത് തന്നെയാണ്. അതെ, ഈ സൈഡിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് തീ വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മുകളിൽ കയറ്റി സ്റ്റാഫിനൊക്കെ ഒഴിപ്പിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും തീ വന്നിട്ട് ആടി പോകാൻ കുറേ ആളുകളുണ്ടായി. സ്റ്റാഫുകളുണ്ടായിരുന്നു, കുറച്ച് അധികം സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരെല്ലാവരും മാറ്റി കഴിയുമ്പോഴത്തേന് തീ ആളി പടർന്നു പോയി. നിങ്ങളൊക്കെ ഇതിനകത്ത് സാധനം കൊണ്ടുവയ്ക്കാൻ പോകാറുണ്ട്? ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്ക് സാധനം അവർ ഇങ്ങോട്ട് ഇറക്കാനും. അപ്പോൾ ഇപ്പോൾ ആ വെള്ളം അടിക്കുന്ന ഭാഗത്താണോ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ? അല്ല, സാധനം എന്ന് പറയാൻ അവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടാവും. അവിടെ സെയിൽസാണ്. പക്ഷേ ഈ ഭാഗത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധനം സ്റ്റോക്ക്. റൗണ്ട് ടവറുള്ള ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്കാണ് കൂടുതൽ മറ്റേ സാധനം പോലെ സ്റ്റോറേജ് വരാം. അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കാറുള്ളത്. എങ്ങനെയായിരിക്കും ഇവിടെ തീ പിടിച്ചിട്ടുണ്ടാകുന്നത്? വല്ല ധാരണ നിങ്ങൾക്ക് തോന്നിയോ? ഒരു ഐഡിയ ഇല്ല സാറേ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നതാണ് ഇത് കാങ്ങല്. ആക്ച്വലി ഞാൻ മുകളിൽ കയറി സ്റ്റാഫുകളെ ഒഴിപ്പിച്ച് താഴത്തുള്ള കഫ്റ്റീരിയ എന്നൊക്കെ ആളെ മാറ്റിച്ചിട്ടാണ് ഇതാക്കിയത്. ഈ ഇടയായിട്ട് യൂണിഫോമിൻ്റെ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സീസൺ വരികയാണല്ലോ. അങ്ങനെ സാധനങ്ങൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് അറിയാമോ? തീർച്ചയായിട്ടും സാധനം എന്തായാലും കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോം മറ്റേ പെരുന്നാളിൻ്റെ സീസണൊക്കെ അതിനെക്കൊണ്ട് സാധനം എന്തായാലും നല്ല സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ റിപ്പോർട്ടറാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സാധനങ്ങൾ ഇറക്കും കൂടി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് നടക്കുന്ന യൂണിറ്റ് 22-ൽ വരുന്ന ആ വിഷ്വൽ ഉള്ള ആ ഭാഗത്താണ് അവരുടെ സെയിൽസുമായി ബന്ധപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ തീ കണ്ടത്. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഫയർ യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. അതേസമയം തന്നെ അതിൻ്റെ വലതുവശത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ വലതുവശത്താണ് ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിലാണ് തീ പടർന്നു പിടിക്കുന്നത്. പുക മുഴുവൻ മൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.